അല്ല, ഇത്രയും ബന്ധങ്ങൾ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു തലപ്പത്തേക്ക് താങ്കൾ എത്തിയില്ല എന്ന് പലരും ചോദിക്കും. എന്തുകൊണ്ടാണ് അത് മാറി നിന്നത്? അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് മുത്തു എന്ന് വിളിക്കുന്നത്. ആ പേര് അങ്ങ് കേന്ദ്രത്തിൽ വരെ എത്തി. എൻ്റെ അമ്മയ്ക്ക് ലാലേട്ടൻ്റെ ഒരു സാധനം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മ പറയും, നീ എനിക്കൊരു സാരി പോലും മേടിച്ചു തന്നിട്ടുള്ളല്ലോ എന്ന് പറയില്ല. മോദിജിയുടെ സ്കീമിൻ്റെ വില മനസ്സിലാക്കിയത്. എൻ്റെ മോൻ പഠിക്കുന്നത് എല്ലാ സത്യങ്ങളും മധുരമാവണമെന്നില്ല, ചിലത് കഴിക്കാം. അതെ, ഒരൊറ്റ നേതാവിൻ്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് പോസ്റ്റർ മാത്രം മതി. ആ പോസ്റ്റർ വെച്ച് വോട്ട് പിടിക്കാൻ യോഗ്യതയുള്ള LDF സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്രരാണ്. ചിഹ്നം ചെറുതായിരിക്കും. ഏറ്റവും അഭിമാനത്തോടെ താമര മാത്രം മോദിജിയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥികൾ അത് വികസന ഭയങ്കര രസം കൊട്ടിഘോഷിക്കാൻ വളരെ ഭംഗിയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയും, സാംസ്കാരിക ഫെസ്റ്റ് 25 കോടി ജനങ്ങളാണ്, അതിൽ എത്ര കോടി മുസ്ലിംസ് ഉണ്ട്. അവരൊക്കെ ഒരു രാജ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതികവും ആത്മീയതയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചർ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് 2 ചായ പിടിച്ചാലോ? ചായ പിടിക്കാം. 2 ചായ എനിക്ക് അടിക്കാത്ത കാരണം അടിച്ചാണോ? അടിച്ചല്ലേ ഏറ്റവും നല്ലത്. ഞാൻ സാധാരണ കട്ടൻ ചായ പിടിക്കാറ്. പത ഇന്നലത്തെ പൈസ തന്നിട്ടില്ലല്ലേ? അടിച്ച ചായ അടിക്കാത്ത ചേട്ടാ കുടിക്കുന്നത്. കുറെ അടി കൊണ്ടാറണം. ഒരുപാട് കോള് വരുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ട ഒരു കാര്യമുണ്ട്. എത്ര ഭാഷകൾ അറിയാം? ഞാൻ അറിഞ്ഞത് ഒരുപാട് ഭാഷകൾ അറിയാം. പഠിക്കുകയാണ്, പഠിക്കാൻ അവസരം കിട്ടിയ അത്യാവശ്യം കുറച്ച് ലാംഗ്വേജുകളൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അറിയാവുന്നത്? സംസാരിക്കുന്ന തമിഴ്, കൊങ്കണി, മലയാളം, പിന്നെ നമ്മുടെ മാതൃഭാഷ ഹിന്ദി, രാജ്യഭാഷ ഹിന്ദി, അങ്ങനെ ഭാഷകളെയും പഠിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം പൊടിക്കൈക്ക് നമ്മുടെ ഗുജറാത്തിയിലൊക്കെ ചെല്ലാൻ നിർത്ത് കേം ചോ മജാമാച്ചേ എന്നൊക്കെ നമ്മൾ കുറേ അത്യാവശ്യങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പയ്യെ പയ്യെ ഇത് കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് ഭാഷകളിലേക്ക് ഒന്ന് നന്നായിട്ട് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മറാഠി എനിക്ക് നന്നായിട്ട്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷ നമ്മുടെ രാഷ്ട്രഭാഷ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സംസ്കൃതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്കൃതത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കുറേ ഫണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞത് സ്റ്റാലിൻ ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൗതികവും ആത്മീയതയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചർ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. കൾച്ചറില്ലെങ്കിൽ എല്ലാം പോയി. അപ്പോൾ ഒരു പക്ഷിക്ക് 2 ചിറക് ആവശ്യമാണ് പറക്കാൻ. എഡ്യൂക്കേഷനും കൾച്ചറും വേണം, എന്നാലും ഇത് പറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സംസ്കൃതം നമ്മൾ പറയുന്നത് ഡെഡ് ലാംഗ്വേജ് പറയുന്നത് എന്താ? അത് ജർമ്മനിയിലൊക്കെ യൂണിവേഴ്സിറ്റികളിൽ സാൻസ്ക്രിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഡെഡ് ഓരോ ലാംഗ്വേജും പഠിക്കുന്നതല്ലാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്താണ്? ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇപ്പോൾ ലോകഭാഷയെ എല്ലാവരും അംഗീകരിച്ചു. ഇപ്പോൾ ജർമ്മൻകാർ കണ്ടിട്ടുണ്ടോ? അവർ ജർമ്മനിയിൽ സംസാരിക്കുള്ളൂ. അതെ. ചൈനക്കാർ ചൈനയിൽ ചൈനീസ് ഭാഷ. തമിഴ് നാട്ടിലെ ആളുകൾ പ്രത്യേകത എന്താണ്? അവർ തമിഴിനോട് വളരെ അടുത്താണ്. ഇപ്പോൾ കാവൽ തുറൈ, അതെ, പോലീസ് സ്റ്റേഷൻ. നമുക്കത് പറയാനൊരു നമ്മൾ പദം കണ്ടിട്ടില്ല. ഇപ്പോൾ ഗവർണർ തമിഴ്നാട്ടിൽ എന്താ പറയുന്നത്? ആളുണർ എന്നാ പറയുന്നത്. നമ്മൾ ഇവിടെ നമുക്ക് ഗവർണർ എന്ന് പറഞ്ഞാൽ നമുക്ക് പദം പെട്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഭാഷാ സ്നേഹം, ഭാഷ വളരെയാണ്. ഇപ്പോൾ എൻ്റെ ഭാഷ കൊങ്കണിയാണ്. അപ്പോൾ കൊങ്കണിയിൽ പറയുമ്പോൾ ഒരു സാധനത്തിന് തന്നെ എന്താ പറയുക, ഇപ്പോൾ ഇംഗ്ലീഷിൽ ചില പദങ്ങളെല്ലാം കിട്ടില്ല. ഗുഡ് ബാഡ് സ്പോർട്സ്. നമസ്കാരം, ചായ പിടിക്കുന്നോ? അത് ഞങ്ങളുടെ ഭാഷ രസമുണ്ട്. ഖംസേനെ, ഖണ്ടേനെ, ബെൽസേനെ, കുസ്സേനെ, അതായത് പളിച്ചു പുളിച്ചു വളിച്ചു ഇതിനൊക്കെ പറയുന്നതാണ്. ഖംതേനെ, കുസ്സേനെ, പാല് പുളിച്ചു എന്നൊക്കെ പറയുന്നത്. പാല് പുളിച്ചു, ഖംതേനെ, ചെവിളി കുസ്സേല്, അത് ചീഞ്ഞു പോയത്. അപ്പം അങ്ങനെ ഓരോ ലാംഗ്വേജിനും ഉണ്ട്. എത്ര ഞാൻ പറയുന്നത് വെച്ചാൽ പുതിയ തലമുറ തമിഴ്, തെലുങ്ക്, കന്നഡ പഠിക്കണം, പഠിപ്പിക്കണം. എന്നുവെച്ചാൽ നല്ല സാഹിത്യങ്ങൾ ഉള്ള ഭാഷയാണ്. സംസ്കൃതം പഠിച്ചിരിക്കണം. ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് ഇപ്പോൾ തമിഴ്. മാർവാട് ഭാഷ. ഈ ഭാഷകളൊക്കെ സംരക്ഷിക്കണം. ഇത്രയും ബന്ധങ്ങൾ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു
പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു തലപ്പത്തേക്ക് താങ്കൾ എത്തിയില്ല എന്ന് പലരും ചോദിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായിട്ട് പോലും വേണ്ട രീതിയിൽ ഇവിടെ BJP താങ്കളെ ഉപയോഗിച്ചില്ല. എന്തുകൊണ്ടാണ് അത് മാറി നിന്നത് താങ്കൾ? അല്ല, പലരും അങ്ങനെ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. പക്ഷേ ഞാനൊരു പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ്. അല്ലേ, ഇപ്പൊ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ ചേട്ടൻ ഒരിക്കലും ഒരിടത്ത് ഇടിച്ചു കയറി ചെന്നതായിട്ട് എൻ്റെ അറിവിലില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അത്ഭുതം. ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. നിങ്ങൾക്ക് ചോദിക്കേണ്ട, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഒരിക്കലും മത്സരിച്ചപ്പോൾ ഞാനത് ചോദ്യത്തിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ശരിയാണ്, എല്ലാവരും ചോദിക്കുന്ന വഴിയാണ്. നിരവധി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആരെയും അറിയിക്കാറില്ല. അതൊക്കെ കോവിഡ് കാലത്തും മറ്റൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടുമ്പോഴും ഞാനും എൻ്റെ ടീമും എല്ലാം വേണ്ട സഹായങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, എൻ്റെ ദുഃഖങ്ങൾക്ക് ഒരു എന്താ പറയുക സ്ഥാനമില്ല, അത് മാറ്റി വയ്ക്കുകയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ വല്ലാത്ത എന്താ പറയുക, അത് ചേട്ടൻ്റെ മനസ്സത്രവാകിയ ഒരു ലോലമായതുകൊണ്ടാണ്. ഇത്രയും ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു അഹങ്കാരമോ ഒന്നും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. പലരും പറഞ്ഞത് മുത്തു എന്നാണ് അറിയപ്പെടുന്നത്. ഈ രാജഗോപാൽ എന്നതിനേക്കാളും ഉപരി മുത്തു, ആ ഒരു വിളിപ്പേര് ആരാ ഇട്ടത്? അയ്യോ, അത് എൻ്റെ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്തില്ലേ വെച്ചിട്ടാണ് ആ സൗഹൃദത്തിന് തുടക്കം. 4ാം ക്ലാസ് തൊട്ടപ്പുറത്ത് ഞാൻ എൻ്റെ രാജേഷ് എന്ന് പറഞ്ഞ ബച്ചു, കോഴിക്കോട് തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഇന്ന് വലിയ ദുബായിൽ വലിയ ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു. സുഹൃത്തെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പുറത്തേക്ക് ആത്മബന്ധമാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. പുള്ളി ശാമന്തര സ്കൂളിൽ പഠിക്കുന്നു ഇവിടെ. അപ്പോൾ അന്ന് ഞാനാണ് ഈ ചെരുപ്പൊക്കെ ഇട്ട് കിടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലൊരു കുറുമ്പുണ്ടാവുമല്ലോ, ഒരാൾ ഷൂസൊക്കെ ഇട്ട് ഇതൊക്കെ ഉണ്ടാവും. അസൂയ മനുഷ്യനാണല്ലോ എന്ന് കൊച്ചാൽ. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ച് വരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തോ തർക്കമാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വീഴുന്നു. പുള്ളി ഷൂസ് ഇട്ടൊക്കെ ആലോചിച്ച് എന്നെ ചവിട്ടുന്നു. അങ്ങനെ ഇവിടെ പാടത്തേക്ക് മറിഞ്ഞു വീഴുന്നു കേട്ടോ. അങ്ങനെയായി തർക്കമായി. പിന്നെ ഒരു ദിവസം പുള്ളി കാരാമിൽക്ക്, അന്ന് 25 പൈസ എന്നാണ് എൻ്റെ ഓർമ്മ. കാരാമിൽക്ക് ഇവിടെ ജോസഫേട്ടൻ്റെ കടയിൽ നിന്ന് പുള്ളി മേടിച്ച് കഴിക്കും. സെൻറ്റ് സ്കൂളിൽ, ഞാൻ തൊട്ടപ്പുറത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ. ഞാൻ നാരങ്ങ ഞങ്ങളിവിടെ വന്ന് കാണുന്നു. അപ്പോൾ പരസ്പരം എന്തോ ആ മിഠായി കൈമാറുന്നു. നാരങ്ങ മിഠായി, അതെ, നാരങ്ങ മിഠായി ഞാൻ പുള്ളിക്ക് കൊടുക്കുന്നു. പുള്ളിക്ക് അന്ന് ആ സൗഹൃദം തുടങ്ങി. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് മുത്തു എന്ന് വിളിക്കുന്നത്. ആ പേര് അങ്ങ് കേന്ദ്രത്തിൽ വരെ എത്തി. അതെ, അപ്പോൾ ഇല്ല, സുരേഷ് ഗോപി ചേട്ടനെ എൻ്റെ കണ്ണിൽ വെള്ളം വന്ന് കണ്ടിട്ടുണ്ടാവില്ല. കൂടുതൽ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അല്ല, അതെ, അത് അതിനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സുരേഷ് ഗോപി ചേട്ടനെ പരിചയപ്പെടുത്തുകയാണല്ലോ പ്രധാനമന്ത്രി, അത് എങ്ങനെയായിരുന്നു പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഒരുമിച്ച്, ഞാനും ഡോക്ടർ ജയേന്ദ്രൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എന്നായിരുന്നു അത്? അത് 2014 ഏപ്രിലാണെന്ന് തോന്നുന്നു. സുരേഷ് ചേട്ടനെ അറിയുള്ളൂ. ഞാൻ പറയാം, അതിൽ കുറച്ചുണ്ട്, പരിചയപ്പെടുത്തുന്നതല്ല, ഞാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വേറൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. സുരേഷ് ചേട്ടൻ്റെ കൂടെ പോകാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു, ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ അദ്ദേഹം. അപ്പോൾ പിന്നെ മോദിജി നേരത്തെ അറിയാമല്ലോ. ചില കാര്യങ്ങൾ നമുക്കൊന്നും പറയാൻ പാടുള്ളതല്ല. പക്ഷെ ആ കേരളത്തിന് ഒരു സൗഭാഗ്യം കിട്ടിയതാണ്, ഒരു മാണിക്യമാണ് സുരേഷ് ചേട്ടൻ. ഇപ്പോൾ ജോർജ് ചേട്ടൻ മന്ത്രിയല്ലേ, ഞാൻ അറിയാണ്ട് ജോർജ് ചേട്ടനെ വിളിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള രാജേട്ടനുള്ള കാലഘട്ടത്തിലാണ് ജോർജേട്ടനൊക്കെ വളരെ സൗമ്യനായ മനുഷ്യനാണ്. ഒരിക്കലും ഇങ്ങനെ വളരെ അത്രയും നമുക്ക് ചിലപ്പോൾ തോന്നി ഇവരൊക്കെ ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് തോന്നിപ്പോവും ഇവർ പെരുമാറേണ്ട. ഇപ്പോൾ സുരേഷ് ചേട്ടൻ പിന്നെ സ്റ്റാർ അല്ലേ, ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ കൂടെ അവിടെ നിന്നപ്പോൾ കേരളത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കം കുറിച്ച യാത്രയിൽ ഞാനുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം എന്നാണ്. ഒരു സംഭവമാണ് അത്. കേരളത്തിന് അങ്ങനെ നല്ലൊരു, അതെ, ആ നേതാവിനെ കൂടി കിട്ടി അല്ലേ? അതെ, നേതാവ് അദ്ദേഹം
ഭയങ്കര മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മൾ ചിലപ്പോൾ തോന്നും, പക്ഷെ നമ്മളൊന്ന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, ചാരെ നിൽക്കുമ്പോൾ ആണ് ഈ ചന്ദനമരത്തിൻ്റെ ഒരു കാര്യം പറയാറുണ്ട്. ചന്ദനമരത്തിനെ മുറിച്ചവർക്കും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവർക്കും അതിൻ്റെ സുഗന്ധം ലഭിക്കും, അതിന് മുറിച്ചവർക്കും അതിൻ്റെ സുഗന്ധം കൊടുക്കും ചന്ദനമരം. അപ്പോൾ ഒരു ചന്ദനമരത്തിൻ്റെ പരിശുദ്ധിയാണ്. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടനൊരു ഒരു അറിയാലോ, എൻ്റെ അമ്മയ്ക്ക് ലാലേട്ടൻ്റെ ഒരു സാധനം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മ പറയും, നീ എനിക്കൊരു സാരി പോലും മേടിച്ച് തന്നിട്ടില്ലല്ലോ എന്ന് പറയും. കാരണം പൈസ വേണ്ടേ, കാരണം പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ എനിക്കൊന്ന് ആരെങ്കിലും വരാന്നിട്ട് 50 രൂപ അവിടെ കൊടുക്കും. പിന്നെ ഞാൻ പറയാം, അമ്മയ്ക്ക് എൻ്റെ ചേച്ചിമാരും അനിയത്തിയും എൻ്റെ ബ്രദർ ലോസൊക്കെ എന്നേക്കാൾ നന്നായിട്ട്, അതാണ് എൻ്റെ ശക്തി കേട്ടോ വീട്ടിലെ. എൻ്റെ സഹോദരി ഗീത, പ്രീത വക്കീലാണ്, ചേച്ചി, പിന്നെ അനിയത്തി നീത, ഒരു മൂത്ത ബ്രദറിലെ കമ്മത്ത്, നിത്യാനന്ദ കമ്മത്ത്, ദിനേശ് അളിയൻ രണ്ടാമത്, പിന്നെ അശോക് ഷണ വക്കീലൊക്കെ. എൻ്റെ അച്ഛന് കുറച്ച് വയ്യാണ്ട് ഓർമ്മക്കുറവുണ്ട്. അതിൻ്റെ ഓർക്കക്ഷണം എനിക്കിപ്പോഴും ഉണ്ട് ഇലക്ഷൻ കാലത്ത്. കാരണം രാത്രി അച്ഛൻ വന്നിട്ട് ഓർമ്മയുള്ളതുകൊണ്ട് ചിലപ്പോൾ നോക്കിയില്ലെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പോൾ അവരൊക്കെ എൻ്റെ വീട്ടിൽ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ അയോധ്യയിൽ കൊണ്ടുപോയത് സാധാരണ ആൺമക്കളാണല്ലോ കൊണ്ടുപോകാറ്, ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്നുണ്ട്. എൻ്റെ അമ്മയെ കാശി കാണിക്കാനൊക്കെ കൊണ്ടുപോയത് എൻ്റെ ചേച്ചിമാരൊക്കെയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ്, എൻ്റെ നാട്ടുകാരെ പോലെ തന്നെയാണ് എൻ്റെ വീട്ടുകാർ. കാരണം അവരില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാനൊരു വികാരമാണ്, എൻ്റെ സഹോദരന്മാർക്ക് ഞാനൊരു വിചാരവും കൂടിയാണ്. അപ്പോൾ അവരത് നോക്കുന്നു. എൻ്റെ ഒരു പുത്രൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വീട്ടിൽ നടത്തേണ്ട കടമകളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇതാണ്. പിന്നെ പല നാട്ടിലെ പരിപാടിക്ക് പോകാൻ നേരത്ത് അവരുടെ ചില പരിപാടികൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഏറ്റവും നന്നായിട്ട് എൻ്റെ കുടുംബക്കാർ, ബന്ധുക്കൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ എൻ്റെ കൊച്ചിയിൽ എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ ഇളയച്ചൻ്റെ മകള്. ഞാൻ എൻ്റെ തന്നെ അതിൻ്റെ അടുത്ത് 2 ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന്, ചില ഇമോഷണൽ വന്നാൽ ഞാൻ ഇതാവും. അതേപോലെയാണ് എൻ്റെ ഈ സഹോദരിമാർ. എനിക്ക് എത്ര സഹോദരിമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് വരും, എനിക്ക് പറയില്ല. ഞാൻ ആ ചോദ്യം ഒരുപാടെന്ന് പറയും. അത് എല്ലാവരും സഹോദരിമാരായിട്ട് ഞാൻ കാണുന്ന ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എൻ്റെ രസകരമായ ഭാര്യ, എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാളും ഇഷ്ടം സുഹൃത്തുക്കളോടും. അപ്പോൾ ഞാൻ പറയാറുണ്ട്, സവിത നീ വന്നിട്ട് 20 കൊല്ലം 21 കൊല്ലം, എൻ്റെ സുഹൃത്തുക്കൾ 30 രാജേഷും അവിനാശ് അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, വിശ്വമാല ഉൾപ്പെടുന്ന ആൾക്കാരെല്ലാവരും, ഹരിയുണ്ട്, എല്ലാവരും 40 വർഷങ്ങൾക്ക് മേലെയായി. സീനിയോറിറ്റിയിൽ അവരാണല്ലോ എന്നെ അറിയുന്നത്. എൻ്റെ താഴെയും കണ്ടിട്ടുണ്ട് അവർ, ഞാൻ എന്തായിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ലെവലുണ്ട്. പിന്നെ എൻ്റെ 2 ആൺമക്കൾ മിടുക്കരാണ്. അവരെന്ത് ചെയ്യാണ്? അയ്യോ, ഒരു മകൻ സിദ്ധാർത്ഥ ആദിശങ്കരയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് സെക്കൻഡ് ഇയറാണ്. പിന്നെ കൃഷ്ണകാന്ത് ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളുണ്ട് 11th. അവനൊരു മാർഷൽ ആർട്സ് ബോക്സിങ് ഇതാണ്. ഇപ്പോൾ ബോംബെയിൽ പോയിട്ട് 2nd ബ്രോൺസൊക്കെ വാങ്ങിച്ചു. പിന്നെ സിദ്ധാർത്ഥ്, എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ അവർ വലിയ എഞ്ചിനീയറോ വലിയ ആവണമെന്ന് ആഗ്രഹമില്ല, നല്ല മനുഷ്യരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെയും ഈ നിമിഷം വരെയും അത് പാലിച്ചിട്ടുണ്ട്. ഞാനില്ലെങ്കിലും എനിക്കൊരു സന്തോഷം തോന്നിയ നിമിഷമാണ്. ഞാനുണ്ടായിരുന്നില്ല, ഏതോ ഒരു പത്രപ്രവർത്തനം എൻ്റെ വീട്ടിൽ കാണാൻ വന്നിരുന്നു. അപ്പോൾ മനുഷ്യ മനുഷ്യ നിങ്ങളുടെ മകൻ എന്താണ് എന്ത് പറ്റിയെന്നില്ല. അപ്പോൾ ഞാൻ എന്താണ്, ഞാനത് വീട്ടിൽ ചെന്ന് കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു കട്ടൻ ചായ ഇട്ട് തന്നു. എന്തിനാ വന്നത്, അച്ഛൻ പുറത്ത് പോയിരിക്കുന്നു, എന്തെങ്കിലും നമ്മൾ അതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മുത്തച്ഛന്മാർ ചെയ്ത് എൻ്റെ അച്ഛൻ ചെയ്തു, അത് എന്നിലൂടെ വന്നു. എൻ്റെ മക്കളത് പിന്തുടർന്നു എന്നുള്ളതാണ്. എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അറിയാം. പിന്നെ അവർ ചെറിയ എന്താ പറയുക തമാശകളൊക്കെ ഒപ്പിക്കും. ഇപ്പോൾ കളിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരൊക്കെ പോകും, ഫുട്ബോളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ചെല്ലും, എന്നിട്ട് അവിടുത്തെ മാനേജറെ കണ്ട്, അത് ഞാൻ അവരെടുക്കണം ആ പ്രായത്തിൽ. എന്താ പറയുക, ചേട്ടാ ഞാൻ അങ്കിളെ ഞാൻ മുത്തുവിൻ്റെ മനാണോ, ഒരു കൺസെഷൻ കൊടുത്തേക്കും, ഒരു കൺസെഷൻ കൊടുത്തേക്കുന്നു. പിന്നെ ഒരു അച്ഛൻ എന്ന നിലയിൽ അവരുടെ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല.
എന്നുവെച്ചാൽ ഞാൻ മുഴുവൻ പ്രവർത്തകനായതുകൊണ്ട് വരുമാനം ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് വരുമാനത്തിൽ ജീവിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാധിച്ചു. വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അതിനും താങ്ക്സ് ടു മോദി, താങ്ക്സ് ടു മോദിജി. കാരണം വെച്ചാൽ ഞാൻ പല ആളുകൾക്കും വിദ്യാഭ്യാസ ലോണും പഠിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ്റെ ആവശ്യം വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ എന്താ പറയുക, ഒരു ഡോക്ടർക്ക് സ്വയം ചികിത്സിക്കാൻ എല്ലാവരും പോണ്ടി വരുമല്ലോ. ഇപ്പോൾ ഞാൻ മുടി വെട്ടുന്നത് നല്ല അതാണ്, പക്ഷെ ഞാൻ വെട്ടണമെങ്കിൽ വേറെ ബാർബെടുത്ത് കൊണ്ടുവരും. അത് പറഞ്ഞ പോലെ ഞാനിങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് പറ്റിയില്ല. അപ്പോഴാണ് മോദിജിയുടെ സ്കീമിൻ്റെ വില മനസ്സിലാക്കിയത്. എൻ്റെ മോൻ പഠിക്കുന്നത് സർക്കാരിൻ്റെ മോദിജിയുടെ സ്കീം പ്രകാരമുള്ള എഡ്യൂക്കേഷൻ ലോൺ പ്രകാരമാണ്. അപ്പോൾ അതിന് ഞാൻ വ്യക്തിപരമായി പാർട്ടി പ്രവർത്തനത്തെ കൂട്ടുണ്ട് മോദിജിയോട് കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ എഡ്യൂക്കേഷൻ ലോണുള്ളതുകൊണ്ടാണ് എൻ്റെ മകനെന്ന് ആദ്യശങ്കറിൽ പഠിക്കാൻ സാധിച്ചത്. പിന്നെ ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് സമൂഹത്തോട് വയ്ക്കാനുള്ളത്. നമ്മൾ എല്ലാ സത്യങ്ങളും മധുരമാവണമെന്നില്ല, ചിലത് കഴിക്കാം. അതെ, എല്ലാ മധുരമായി പറയുന്ന കാര്യങ്ങളും സത്യമാവണമെന്നില്ല. ഈ സ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകൾ ഉണ്ടാക്കരുത്. അതെന്ന് വെച്ചാൽ ഈ കുളത്തിൽ ഒരു കല്ലെറിയില്ല, നമ്മൾ ഇങ്ങനെ കിടക്കുന്ന കല്ല് ശാന്തമായി കിടക്കുന്ന അതിന് ഉണ്ടാവും, അതിലുണ്ടാവും. അപ്പോൾ അതുണ്ടാക്കാതെ നോക്കുക. പിന്നെ ഞാനൊരു പുസ്തകം എഴുതാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പൊതുപ്രവർത്തകരുണ്ടായിരുന്ന കഷ്ടപ്പാടിനെ കുറിച്ചാണ്. ഞാനൊക്കെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സും KG മാരാരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു ഡ്രസ്സും കൊടുക്കാനില്ലാത്ത പഴയ പ്രചാരക സംഘത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കുമ്മൻ്റെ ആയിരണക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ എഴുതാനുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു യാത്രയിൽ ഞാനും കുമ്മൻ, എന്നിട്ട് ഞാനും രാജേട്ടനും സാധാരണ റൂമെടുത്ത് താമസിക്കണമല്ലോ, എന്നിട്ട് കുളിക്കാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു രൂപയുടെ എണ്ണ പാക്കറ്റ് മേടിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനാണ് ഓർമ്മ. അന്ന് അദ്ദേഹം ഒരു പ്രത്യേക പോസ്റ്റിലിരിക്കുന്ന ആളാട്ടോ, മനസ്സിലാക്കണം. അവിടെ നിന്ന് തേച്ച് കുളിച്ചു, അവിടെ നിന്ന് ബസ്സിൽ പിടിച്ചു. അപ്പോൾ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുള്ളൂ, എൻ്റെ കയ്യിൽ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 5 രൂപയുടെ ഭൂരി രാജേട്ടന്, കോശാധ്യക്ഷൻ എന്ന് ഞാനാണല്ലോ, കൂടിയില്ല ചേട്ടൻ 5 രൂപ. എനിക്ക് എണ്ണ അത്ര, ഞാനൊരു പേരക്ക, അങ്ങനെ 15 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ. അതിനുശേഷം 10 രൂപ കൊടുത്ത് നമ്മുടെ ചക്കപ്പഴമുണ്ടല്ലോ, അതും മേടിച്ച് കഴിച്ച്. പിന്നെ അവിടെ ചെന്നപ്പോൾ കാറിന് പൈസ ഇല്ല. അദ്ദേഹം പിന്നെ രാജേട്ടൻ ഗവർണറായി, കുമ്മനം അതൊക്കെ ഒന്ന് അറിയാം. ലൂണയിലാണ് പോയത്. ഇത് കാറ് മേടിക്കാൻ കാറുമായി യാത്ര ഞങ്ങൾ 3 ലൂണയിലിങ്ങനെ തിരുവണ്ണാമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ഓർമ്മകൾ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ ത്യാഗം സഹിച്ചു. അപ്പോൾ ഞാൻ സഹിച്ച ബുദ്ധിമുട്ടുകൾക്കൊന്നും ഒരു വിലയും അതിന് മുമ്പിലില്ല, ഒന്നുമില്ല. അപ്പോൾ ചേട്ടാ, ഇപ്പം നമ്മൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണ്. അതെ. അപ്പം കൊച്ചിയിൽ പഴയ കൊച്ചിയല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ ചേട്ടൻ വരികയാണ് രവിപുരത്തേക്ക്. അവിടെ ചേട്ടന് ആളുകൾ ഒരു സ്ഥാനത്തിരുത്തിയാൽ എന്തായിരിക്കും അവർക്ക് നൽകുന്ന ഉറപ്പ്? ഞാൻ ജയിക്കുന്നതോടൊപ്പം എന്നേക്കാൾ മെജോറിറ്റിയിൽ മത്സരിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിലെ ആളുകൾ ജയിക്കണം. അപ്പം മറ്റ് രാഷ്ട്രീയപക്ഷ ആളുകൾ തോക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നല്ല ആളുകൾ വരട്ടെ, നല്ല ആളുകൾ വരണം. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ നേതാവിൻ്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ മാത്രം മതി. ആ പോസ്റ്റർ വെച്ച് വോട്ട് പിടിക്കാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ കെൽപ്പുള്ള, ഇച്ഛാശക്തിയുള്ള ഒരേ ഒരു പാർട്ടിയുള്ളൂ, BJP. നരേന്ദ്രമോദിയുടെ പടം വെച്ച് വോട്ട് പിടിക്കാൻ BJPക്ക് സാധിക്കും. അതേസമയം സ്ഥാനാർത്ഥിയുടെ പടവേ വേണ്ട. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നില്ല കേട്ടോ, ഒന്നും അങ്ങനെ വിചാരിക്കരുത്. അദ്ദേഹത്തിൻ്റെതായ മൂല്യങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ജനറൽ സെൻസാണ്. അദ്ദേഹത്തിൻ്റെ പടം വെച്ചാൽ എല്ലായിടത്തും വോട്ട് കിട്ടണമെന്നില്ല. പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പ്രസ്ഥാനം ആടി ഉലഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ ആ പ്രസ്ഥാനത്തിന് പിടിച്ചു നിർത്തുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കപ്പിത്താനാണ് അദ്ദേഹം. പക്ഷേ ഭീഷ്മാചാര്യെ പോലെയാണ്, അനീതിയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല.
എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ എന്ന് വെച്ചാൽ അതുല്യമായ കഷ്ടപ്പാടുകളും സംഭവിച്ചു, അതൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ആശയങ്ങൾ മോശമായിപ്പോയി. ലോകത്ത് എല്ലാം തള്ളിക്കളഞ്ഞൊരു പ്രസ്ഥാനത്തിന് ആശയം ഇവിടെയുള്ളൂ, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ ജനത ഇന്നും തള്ളിക്കളഞ്ഞ സാധനം കേരളത്തിലെ ജനത ഇന്നും സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള സങ്കടം എനിക്കുണ്ട്. ആ ആശയം ലോകത്തെല്ലായിടത്തും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ തന്നെ ത്രിപുര വരെയും കളഞ്ഞു, വെസ്റ്റ് ബംഗാളിൽ കടക്കിലെ വെട്ടിക്കളഞ്ഞു. മനസ്സിലായേ? എന്തൊരു ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോറൊക്കെ കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ആനന്ദബോസ് സാർ അവിടെയുണ്ട്. അദ്ദേഹം സാംസ്കാരികപരമായിട്ട് കൽക്കത്തയെ ഒരു പരിവർത്തനം നടത്താൻ അദ്ദേഹം വളരെ ബോസ് സാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് പ്ലേസാണ്. ആനന്ദബോസ് സാർ അവിടെ ചെന്നപ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, മറ്റൊരു ബോസാണോ കൽക്കത്തയിലെ ഡോക്ടർ ആനന്ദബോസ്. അപ്പോൾ അദ്ദേഹം ഇന്ന് അവിടെ നിന്നിട്ട് കൃത്യമായിട്ട് കൽക്കത്തയുടെ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ട് കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിണറായി, അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊള്ളത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളൊക്കെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യവും അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അത് കേരളത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം വെച്ചാൽ എല്ലാ സ്ഥലത്തും വോട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പോസ്റ്ററുകളിൽ LDF സ്ഥാനാർത്ഥികൾ പലരും സ്വതന്ത്രരാണ്. ചിഹ്നം ചെറുതായിരിക്കും, ചിഹ്നം ചെറുതാണ്. ഈ അരിവാൾ ചുറ്റിക വലുതാക്കി വയ്ക്കാൻ ആളുകൾക്കിപ്പോൾ പറ്റുകയാണ്. ഇന്ന് ഏറ്റവും അഭിമാനത്തോടെ താമര മാത്രം മോദിജിയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ BJPയുടെ സ്ഥാനാർത്ഥികൾ, അത് വികസനത്തിൻ്റെ ഒരു ചിഹ്നമാണ് താമര, മുഖമുദ്ര, ഐശ്വര്യത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ചേട്ടനെ പോസ്റ്റ് അടിക്കണം ചേട്ടനെ. ഞാൻ പറഞ്ഞു നമ്മൾ പോസ്റ്റ് അടിച്ചില്ലെങ്കിലും നരേന്ദ്രമോദിജിയുടെയും രാജീവ് ചന്ദ്രശേഖരനും നമ്മുടെ നഡ്ഡാജിനും ഫോട്ടോ അടിച്ചാൽ മതി, അടിച്ചാൽ വികസനമായി. പക്ഷെ അത് പറഞ്ഞിട്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് എല്ലാ സ്ഥലത്തും അടിക്കാൻ പറ്റില്ല, പിണറായി അദ്ദേഹത്തിൻ്റെയും വെച്ച് അടിക്കാൻ പറ്റില്ല. വിത്ത് ഓൾ റെസ്പെക്റ്റ് കേട്ടോ, കാരണം അവർ എന്നെക്കാൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, അവരൊന്നും പറയാനായില്ല. ഞാൻ പറയില്ലേ വിനോദ് വിശ്വൻ ചേട്ടനായിട്ട് സിനിമയ്ക്ക് പോയത് റിംഗ് മാസ്റ്റർ, അതൊരു തമാശ കേട്ടോ. ഞാൻ വീട്ടിൽ പറയാണ്ടാണ് സിനിമയ്ക്ക് പോയത്. ഏതോ രാത്രി പരിപാടിക്ക് വന്നപ്പോൾ പുള്ളിക്ക് 11:30 ട്രെയിൻ. രാഷ്ട്രീയം വരെ പന്നിയൻ ചന്ദ്രേട്ടൻ ഒക്കെ. അപ്പോൾ നൽകുന്ന വാഗ്ദാനം എന്താണ്? നമ്മുടെ വാഗ്ദാനം നൽകുന്നത് വെച്ചാൽ ഡിവിഷൻ നരേന്ദ്രമോദി നൽകുന്ന വലിയ വികസനം. ഇപ്പോൾ നമ്മുടെ CSML ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പദ്ധതി ഉപയോഗിച്ചാണ് ഇവിടുത്തെ റോഡുകൾ നന്നാക്കിയത്. ബ്രേക്ക് ത്രൂ കനാലിലും കേന്ദ്രം കൊടുത്ത പദ്ധതിയാണ്. എറണാകുളം മാർക്കറ്റ് നവീകരണം നരേന്ദ്രമോദിയാണ്. ഇന്ന് കൊച്ചിയിൽ ചെർലായിൽ പാരീസിൻ്റെ മോഡലും കൊച്ചി വെളി ഗ്രൗണ്ടൊക്കെ എല്ലാം കേന്ദ്ര ഫണ്ടാണ്. അപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് കൊണ്ടുവരുവാൻ BJPയുടെ ഇന്ന് കൗൺസിലേഴ്സ് ഉണ്ടാവും. അവർ ഭാഗ്യവശാൽ ജനങ്ങൾ അവർ അധികാരത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ എത്തിക്കും. അപ്പോൾ എല്ലാ വികസന പദ്ധതികളും അത് എന്നെ വിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടല്ലോ ഇവിടെ, വെള്ളക്കെട്ട്, ഡ്രെയിനേജ് ഫെസിലിറ്റി, കൂടാതെ ഇന്ന് രാജഗോപാൽ ഇരുന്നപ്പോഴാണ് റെയിൽവേ കുറേ ഉണ്ടാക്കിയത്. അപ്പോൾ അറ്റ്ലാന്റിസിൻ്റെ കുരുക്കഴിക്കാൻ വർഷങ്ങളായിട്ടുള്ള അറ്റ്ലാന്റിസ് കുരുക്കെന്ന് പറഞ്ഞാൽ രവിപുരംകാരുടെ കഴുത്തിൽ കയറിട്ട് കെട്ടിത്തൂക്കിയ പോലെയാണ്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് നടക്കാതെ പോയ കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിൽ. അപ്പോഴാണ് രാജഗോപാൽ വന്ന് മുമ്പ് നടപ്പിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുണ്ട്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ബ്യൂട്ടിഫിക്കേഷൻ, രവിപുരത്തെ സുവർണ രവിപുരമാക്കുക എന്നുള്ളതാണ്. രവി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ. പുരം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്വലിച്ച് നിൽക്കുന്ന. ഇപ്പോഴത്തെ രവിപുരം അവകാശപ്പെടാൻ സാധിക്കില്ല. ആ കൊച്ചിയുടെ ഹൃദയമാണ്. ഇപ്പോഴത്തെ പല കോളനികളുണ്ട്, പറയാൻ സാധിക്കില്ല. ഫിഷറീസ് കോളനിയൊക്കെ കണ്ടാൽ നമുക്ക് ഇങ്ങനൊരു കോവിഡ് കാലത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആളുകൾക്ക് 10-45 ദിവസം ഞങ്ങളുടെ ടീമുകളാണ് ഭക്ഷണം കൊടുത്തത്. അന്ന് ഞങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ ചില അധികാരത്തിൽ വന്ന ശേഷം ചില ആളുകൾ കിറ്റൊക്കെ ആയിട്ട് പിന്നെ പോയി. ഞങ്ങൾ അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ പോകേണ്ടത്. ഒരാൾ ക്രൈസിസ്, ആ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരും പല വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ CG രാജഗോപാലിനല്ല വോട്ട് ചെയ്യേണ്ടത്, BJP വോട്ട് ചെയ്യാം. അപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പം എടുത്തു പറയാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു വീഴ്ച അല്ലെ പോരായ്മകൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഭരണത്തിൽ? ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ അഴിമതി. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവരും ഉദ്യോഗസ്ഥരും പറയുന്നില്ല കേട്ടോ, വൻ അഴിമതിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര എഞ്ചിനീയർമാരാണ് പിടിക്കപ്പെട്ടത് കൈക്കൂലി കേസിൽ.
ഒരു ഫയൽ പോലും പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ വലിയൊരു പ്രസ്ഥാനമുണ്ട് എറണാകുളത്ത്, അന്വേഷിച്ച് നോക്കണം. അവരുടെ ഫയല്, ജെന്യൂൻ ഫയൽ പോലും പോയിട്ടില്ല. ടാക്സ് പിരിക്കാനുള്ള സംവിധാനം പോയിട്ടില്ല. ഇപ്പോൾ ഈ റോഡൊക്കെ നന്നാക്കി എന്ന് പറയുന്നതും എന്തടിസ്ഥാനത്തിലാണ്? CSML ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നന്നാക്കിയത്. അതിൽ പോലും അഴിമതി. പിന്നെ രണ്ടാമത് ടാക്സ് മര്യാദക്ക് കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ട ഓപ്പൺ ജിം എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട്. സർ, നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അടിസ്ഥാനപരമായി കോളനിയിൽ അമ്മമാർക്ക് നീറ്റ്നെസ് ഉണ്ടോ? നിങ്ങൾ ഫിഷറീസ് കോളനിയിലൊന്ന് പോയി നോക്ക്. അതുപോലത്തെ കോളനിയിൽ അവരെയൊക്കെ അടിസ്ഥാന വർഗത്തെ തിരസ്കരിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ. പിന്നെ ഭയങ്കര കൊട്ടിഘോഷിക്കാൻ വളരെ ഭംഗിയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയും? സാംസ്കാരിക ഫെസ്റ്റിവൽ. സാർ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വിശപ്പ് നിൽക്കുന്നവൻ എന്ത് സാംസ്കാരിക പരിപാടി കാണുമെന്നാണ് പറയുന്നത്? സംസ്കാരം വേണം, പക്ഷേ മനുഷ്യനുണ്ടെങ്കിലേ സംസ്കാരം കാണാൻ പറ്റുള്ളൂ. മനുഷ്യന് ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റ് ജനകീയ വിഷയങ്ങളിലും ഇപ്പോൾ കുടിവെള്ളം കൊടുക്കാൻ പല സ്ഥലത്തും കുടിവെള്ളം പ്രശ്നമാണ്. ഇന്നലെ കാക്കനാട് വരെ കുടിവെള്ളം കിട്ടാനില്ല എന്ന് പറയുന്നു. ഇത് കളക്ടറിൻ്റെ സ്ഥിരാകേന്ദ്രമാണ്, ജില്ലാ കളക്ടർ ഇരിക്കുന്ന സ്ഥിരാകേന്ദ്രമാണ്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലറുടെ ജോലി വിളക്കിടുക, കാണുക മാത്രമല്ല, സമഗ്രമായ വികസനമാണ്. ഇപ്പോൾ ഏതെങ്കിലും ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ജിം വെച്ചിട്ട് കാര്യമുണ്ടോ? വേണം, ഇതെല്ലാം വേണം, പക്ഷേ പ്രയോറിറ്റി വേണം. ആ പ്രയോറിറ്റി ഏതാണെന്ന് അറിയാൻ കൊച്ചിയിലെ നഗരസഭാ ഭരണകൂടം പരാജയപ്പെട്ടു. അതിൽ ഏറ്റവും ഉത്തരവാദിത്തം ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിപക്ഷത്തിനാണ്. പ്രതിപക്ഷം ഉണ്ടോയെന്നറിയില്ല. ഇപ്പോൾ എല്ലാവരും പ്രതിപക്ഷ നേതാക്കളാണ്. പരസ്പരം പടലപ്പിണക്കങ്ങളും തല്ലുപിടുത്തമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ബീഹാർ ഇലക്ഷനോട് കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ കുറേ പേര് BJP-യിലേക്ക് വരുന്നുണ്ട്. ഇന്ന് തന്നെ ഇന്ന് ആരും അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ നിന്ന് എല്ലാവരും വരുന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സുസ്വാഗതം ചെയ്യുന്നു. അവർക്കായി ചിലപ്പോൾ ഞങ്ങൾ വഴി മാറിക്കൊടുക്കാൻ വരട്ടെ, നല്ല ആൾക്കാർ വരട്ടെ. അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഈ അവസരത്തിൽ. കൊച്ചിക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞ രവിപുരത്തെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് നേരത്തെയും അറിയാം, കൊച്ചി നഗരത്തിലെ കണ്ണടച്ച ഓരോ സ്ഥലങ്ങളും, ഓരോ മൂലയും, ഓരോ പേരും എനിക്ക് ഹൃദ്യസ്ഥമാണ്. അവരുടെ ആവശ്യം അവർ പറയുന്നതിനേക്കാൾ എനിക്കറിയാം. വോട്ടർമാരിൽ ഭൂരിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ്റെ മുന്നിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇല്ല. അങ്ങനെയില്ല. BJP-യുടെ മുന്നിലില്ല. സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ പറയുന്ന സെൻസസ് എടുക്കുമ്പോൾ ഹിന്ദു എടുക്കുന്നു, മുസ്ലിം എടുക്കുന്നു, അതൊരു ജോലിയുടെ ഭാഗമാണ്. എവിടെയാണ് ചെയ്യണത്? സെൻസസ് എടുക്കാൻ പോകുമ്പോൾ എന്ത് കലാപമായിരുന്നു സെൻസസിനെ കുറിച്ച്. അതാ ഒരു സെൻസസ് എടുക്കേണ്ടത് നാട്ടിൽ. നമ്മൾ തർക്കം വരുമ്പോൾ സ്ഥലം അളക്കൂലേ, അതുപോലെ ഇത് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. എൻ്റെ മുന്നിൽ ക്രിസ്ത്യാനിയില്ല, മുസ്ലിമില്ല, മനുഷ്യനാണ്. ഓരോരുത്തർ വിശ്വസിച്ചോട്ടെ. ഞാൻ വർഗീയപരമായിട്ടൊന്നും പറയില്ല. മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഒരു എതിർപ്പാണ് BJP സർക്കാരിനോടുള്ളത്. അതെ. അപ്പോൾ അതെങ്ങനെയായിരിക്കും താങ്കൾ ഇവിടെ കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയുക? ഞാനല്ല, എല്ലാ ആളുകളും, ഞങ്ങളെല്ലാവരും ശ്രമം തന്നെയാണ്. എങ്കിലും താങ്കൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഗോവയിൽ ക്രിസ്ത്യൻ സമുദായമല്ലേ, പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സമുദായമല്ലേ BJP അധികാരത്തിൽ കൊണ്ടുവന്നേക്കണ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലേ? അതുപോലെയല്ലേ നമ്മുടെ എന്താ പറയുക, UP-യിൽ 25 കോടി ജനങ്ങളാണ്. അതിൽ എത്ര കോടി മുസ്ലിംസ് ഉണ്ട്? അവരൊക്കെ ഇപ്പോൾ OIC എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളോ? ഇല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആളുകൾക്ക് ഇത് മാറി, അവരവരുടെ ആചാരങ്ങളിൽ അനുഷ്ഠിക്കുന്നു, വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, അവനവൻ്റെ വിശ്വാസങ്ങളെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കുക എന്നാണ്. ഞാൻ 2 പാട്ട് 3 പാട്ട് എൻ്റെയാണ് ഈ KCBC അപ്ലോഡ് ചെയ്തേക്കുന്നത്. അതെ, ഞാനൊരു റിലീസിന് വന്നിട്ടുണ്ട്. അതെ, POCയിൽ ഇരുമ്പനയ്ക്ക് അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, തോമസ് പുതുശ്ശേരി, റോബിൻ കണ്ണഞ്ചേരി, ഇപ്പോൾ അനിൽ ഫിലിപ്പച്ചൻ, അവരൊക്കെ ഇരുന്നിട്ടാണ് KCBCയിൽ. അപ്പോൾ അവരെല്ലാവരും രാഷ്ട്രത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തിരിച്ചറിവുള്ള ആളുകൾ, നന്മയുള്ള ആളുകൾ, സമൂഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ജാതി മത ചിന്തകൾക്ക്
അതീതമായി. ഇപ്പം ഇനി ആ പദം ഉപയോഗിക്കാതെ ജാതി മതം എന്ന് പറയണ്ട, ഒരു വ്യത്യാസവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരെ എങ്ങനെ അടുപ്പിക്കാൻ കഴിയും ഇസ്ലാം വിശ്വാസികളെ? ഇപ്പോൾ അഹമ്മദിയക്കാർ എൻ്റെ വീട്ടിലാണ് അവർ വരുന്നത്, എല്ലാ വർഷവും പെരുന്നാളിന് വരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പോയി, അച്ചുക്ക, അഷ്റഫുക്ക, പിന്നെ മുഹമ്മദ് ഒക്കെ എനിക്ക് വിജയാശംസകളായിരുന്നു മെസ്സേജ് അയക്കുന്നു. അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലേ. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ചിന്തിക്കാൻ തുടങ്ങിയ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അത് മോദി എന്ന വശം വന്നപ്പോൾ തന്നെ ആളുകൾ മാറി ചിന്തിക്കും. സബ്കെ സാത്ത് സബ്കാ വികാസാണ്. മുസ്ലിങ്ങൾക്ക് എന്തോരം കാര്യങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു മാറ്റമുണ്ടാവും. ഇന്ത്യ എന്ന രാജ്യം മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. അത്രയാണ്, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ തെറ്റിൻ്റെ ഭാഗത്താണോ ശരിയുടെ ഭാഗത്താണോ നിൽക്കണോ, ധർമ്മം നിൽക്കുമ്പോൾ ധർമ്മത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക. BJP എന്നത് സത്യമാണ്, സ്നേഹമാണ്, കരുണയാണ്. തീർച്ചയായിട്ടും. അപ്പം മുത്തുച്ചേട്ടൻ്റെ കുറച്ച് സമയം നമ്മൾ എടുത്തതാണ്. ഇത് മുത്തുച്ചേട്ടൻ്റെ പരിപാടിയിൽ ചേട്ടൻ്റെ ക്ലീനിങ് നടക്കട്ടെ. അപ്പോൾ എന്തായാലും രവിപുരം ഡിവിഷനിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരുമെന്നാണ് പറയുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ പല വീഴ്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുമുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. രവിപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.